Hi, this is Shajas from Tuner Pro Audio. നമ്മളൊരു കിയ കാരൻസിനകത്തൊരു റീഡു ചെയ്ത് നോക്കുകയാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു കാറോട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഇതിനകത്ത് ഒരു മൊറൈലിൻ്റെ ഒരു ഫ്രണ്ട് കോമ്പണൻറ്റ് സ്പീക്കേഴ്സും ബാക്ക് കൊയാക്സിലും അതുപോലെ ഒരു സോണിയുടെ ഒരു 4 ചാനൽ ലാമ്പും വെച്ചിട്ടുണ്ട്. പിന്നെ അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്ലഗ് ആൻഡ് പ്ലേ സ്പീക്കേഴ്സാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലഗ് ആൻഡ് പ്ലേ സ്പീക്കർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് കമ്പനി സ്പീക്കേഴ്സ് ഊരിയെടുക്കുക, അടുത്തത് ഇൻസ്റ്റാൾ ചെയ്യുക. കസ്റ്റമർ ഉദ്ദേശിച്ച പോലെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. നമ്മളത് ആദ്യം ഒന്ന് കേട്ട് നോക്കിയപ്പോൾ തന്നെ ഗെയിനും കാര്യങ്ങളും ഒന്നും കറക്റ്റ് അല്ല. എല്ലാ ലെവൽസും ഫുള്ളായിട്ടാണ് കിടക്കുന്നത്. നമ്മളിത് അഴിച്ചു നോക്കി. അഴിച്ചു നോക്കിയപ്പോഴാണ് ഇതൊരു വീഡിയോ ചെയ്യാനുള്ള പാട്ടുണ്ടെന്നുള്ളത് മനസ്സിലായത്. അറ്റ്ലീസ്റ്റ് ഇത് ഡാമ്പ് ചെയ്ത ആൾക്കൊരു യൂട്യൂബ് വീഡിയോ എങ്കിലും കണ്ട് ഡാമ്പ് ചെയ്യായിരുന്നു തോന്നുന്നു. ഇതിൻ്റെ ഡാമ്പിങ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അയാൾക്കും മനസ്സിലായിട്ടില്ല എന്താണ് ഡാമ്പിങ്ങിൻ്റെ പേർപ്പസ് എന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു ഡാമ്പിങ് ചെയ്യുമ്പോൾ അതൊരു വലിയ പ്രൊസീജിയറാണ്. ഓഡിയോ ക്വാളിറ്റിക്ക് വേണ്ടിയാണോ അതോ റോഡ് നോയ്സ് കുറക്കാനാണോ നോയ്സ് കുറക്കാനാണോ ഡാമ്പിങ് എന്തിനാണെന്നാണ് ആദ്യം ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മളൊരു ഡാമ്പിങ് ചെയ്യുന്നത് ഒരു സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് അനുസരിച്ച് അതിൽ എത്രത്തോളം പ്രഷർ വരാം ആ ഡോറിൽ അല്ലെങ്കിൽ ആ വണ്ടിക്കകത്ത് എത്രത്തോളം പ്രഷർ വരാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനാണ് നമ്മൾ ഡാമ്പ് ചെയ്യുന്നത്. ആ ഒരു പ്രഷർ ലെവൽ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പ് ചെയ്യുന്നത്. ഇത് എന്തിനാന്ന് പോലും ചെയ്ത ആൾക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത്. പ്ലഗ് ആൻഡ് പ്ലേ സ്പീക്കറിന്റെ വോൾട്ടേജ് എന്താണ്, കൊടുത്തിരിക്കുന്ന ആമ്പിന്റെ വോൾട്ടേജ് എന്താണെന്നൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഈ പ്ലഗ് ആൻഡ് പ്ലേ സ്പീക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തോട്ട് ആമ്പ് കൊടുക്കേണ്ട ആവശ്യം സാധാരണഗതിയിൽ വരാറില്ല. ആമ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ പ്ലഗ് ആൻഡ് പ്ലേ സ്പീക്കേഴ്സിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു യൂണിവേഴ്സൽ സ്പീക്കേഴ്സ് എടുത്താൽ മതി. പിന്നെ അതിന് ആംപ്ലിഫയർ റിക്വയർഡ് അല്ല. ആംപ്ലിഫയർ കൊടുത്തു എന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആംപ്ലിഫയർ ഉണ്ട്, ഒരു അണ്ടർ സീറ്റ് സബ് വൂഫർ ഉണ്ട്. ജസ്റ്റ് ഹെഡ് യൂണിറ്റ് അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ പുറകിലുണ്ട് ബാറ്ററിയിൽ നിന്ന് വരുന്ന മെയിൻ കേബിൾ, അതുവഴിയാണ് പോയിട്ടുള്ളത്. പ്ലസ് അവിടെ ഒരു 3 കൺവേർട്ടർ ഉണ്ട്. പ്രീ ഔട്ട് കൺവേർട്ടർ 3 or 4 അല്ലെങ്കിൽ 3 കൺവേർട്ടറാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിന് ഒരെണ്ണം, ബാക്കിന് ഒരെണ്ണം, സബ് വൂഫറിന് ഒരെണ്ണം. ഇതെല്ലാ കേബിളും കൂടെ ഹെഡ് യൂണിറ്റിൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നത്. കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് നമ്മളത് ഡാമ്പിങ് ഒന്നുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേബിൾസ് എല്ലാം മാറേണ്ടി വരും. 1-2 കേബിൾസ് മാത്രമേ അതിന് എടുക്കുന്നുള്ളൂ. പ്ലസ് അണ്ടർ സീറ്റ് സബ് വൂഫർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഈ സ്പീക്കറിനും ആ ആമ്പും കൂടെ വെക്കുമ്പോൾ അതിനകത്ത് ഇപ്പം നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന അണ്ടർ സീറ്റ് സബ് വൂഫറിൻ്റെ വോൾട്ടേജ് തികയില്ല. അപ്പോൾ നമ്മളൊരു മോണോബ്ലോക്ക് ആമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പേസിൻ്റെ ഇഷ്യൂ ഉള്ളത് കാരണം ഒരു സബ് വൂഫർ ബോക്സ് നമ്മൾ മോൾഡ് ചെയ്തിട്ട് ബൂട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു സബ് വൂഫറിൻ്റെ ബോക്സ് മോൾഡ് ചെയ്തെടുത്ത് ഒരു ഷാലോ സബ് വൂഫറാണ് എലിക്സിൽ മോൾഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോയിട്ടുള്ളത് ഇത് ഡാമ്പിങ് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് അത് ആ ഒരു സ്റ്റോക്ക് സിസ്റ്റത്തിലോട്ട്, അതായത് ഡോറ് കമ്പനി എങ്ങനെയാണോ വരുന്നത് ആ ഒരു ലെവലിലോട്ട് ഡോർ ആക്കിയെടുക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെയാണ്, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇത് ഇങ്ങനെ ഒരു ഡാമ്പിങ് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഒരു യൂട്യൂബ് വീഡിയോ എങ്കിലും കണ്ട് ഡാമ്പിങ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞത്. കാരണം നേരെ ഓപ്പോസിറ്റാണ് ചെയ്തു വെച്ചേക്കുന്നതെല്ലാം. പ്ലാസ്റ്റിക് ഷീറ്റ് റിമൂവ് ചെയ്ത് ഡാമ്പ് ചെയ്യുന്നതിന് പകരം ഡാമ്പിൻ്റെ കട്ട് പീസുകൾ ഒട്ടിച്ച് അതിൻ്റെ പുറത്താണ് പ്ലാസ്റ്റിക് ഷീറ്റുകളെല്ലാം ഒട്ടിച്ചിട്ടുള്ളത്. സാധാരണ ഡാമ്പ് ചെയ്യാൻ അധികം സമയമെടുക്കാത്തതാണ്. ഇപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ 3 ലെയർ ഡാമ്പിംഗ് എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാൻ തന്നെ ഓൾമോസ്റ്റ് 2 ദിവസം എടുത്തു.
ഗമ്മെല്ലാം നല്ല രീതിയിൽ സ്റ്റിക്കായി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യാനാണ് ഒരുപാട് സമയം എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ രീതിയിൽ ഡാമ്പ് ചെയ്ത് തുടങ്ങുകയാണ്. ഈ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് 3 ലെയറും ബാക്ക് 2 ലെയറും ആണ് പറഞ്ഞു. പക്ഷേ പുള്ളി കസ്റ്റമർ പറഞ്ഞു ബാക്കും കൂടെ നമുക്ക് 3 ലെയറിൽ പോവാം എന്ന് പറഞ്ഞു. ഫ്രണ്ട് ബാക്ക് ഡോസ് കംപ്ലീറ്റ് 3 ലെയർ ഡാമ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സ്പീക്കറിന് വേണ്ടി ബേസിക് ഡാമ്പ് ചെയ്യുന്ന പ്രോസസ്സ് തന്നെ സ്പീക്കറിൻ്റെ എയർ ഗ്യാപ്പ് എല്ലാം ഫില്ലാവാനും എയർ ടൈറ്റ് ചെയ്ത് ഇതൊരു ബോക്സ് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിനിമം ഡാമ്പിങ് ചെയ്യുന്നത്. ഇപ്പോൾ 3 ലെയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോഡ് നോയ്സ് എല്ലാം ഒരുവിധം കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡാമ്പിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നതിൻ്റെ ഒരു സബ്വൂഫർ മോൾഡിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ഒരു സെക്ഷനാണ്. സബ്വൂഫർ മോൾഡിങ്ങിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. ഇപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ഈ കേട്ടൻ എസ് എന്ന് പറയുന്ന ഹെലിക്സിൻ്റെ ഈ സബ്വൂഫർ ഷാലോ സബ്ബാണ് മോൾഡ് ചെയ്യുന്നത്. ഈ ഒരു സ്പേസിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പേസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് കസ്റ്റമർ നേരെ അണ്ടർ സീറ്റ് സബ്വൂഫറിൽ പോയത്. സ്പീക്കറിന് ഒരു 4 ചാനൽ ആമ്പും കൂടെ ഇട്ടപ്പോൾ സ്പീക്കർ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവണം. അണ്ടർ സീറ്റ് സബ്വൂഫറിൻ്റെ പെർഫോമൻസ് പുറത്ത് വന്നിട്ടുണ്ടായില്ല. സോ നമ്മൾ സജസ്റ്റ് ചെയ്തത് ഒരു മോണോബ്ലോക്ക് ആമ്പ്, ദെൻ ഹെലിക്സിൻ്റെ ഒരു സബ്വൂഫർ. ഈ സബ്വൂഫർ നമ്മളിവിടെ എടുത്ത് മോൾഡ് ചെയ്ത് ഈ ഒരു സ്പേസിലോട്ട് സ്പേസ് നഷ്ടപ്പെടാത്ത വിധത്തിൽ മോൾഡ് ചെയ്ത് ചെയ്യും. കസ്റ്റമർ ഇതിൽ ബാക്കിലൊരു സബ്വൂഫർ ബോക്സിൽ വെക്കാതിരുന്ന സ്പേസിൻ്റെ ഇഷ്യൂ ഉള്ള കാരണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സബ്വൂഫർ മോൾഡ് സജസ്റ്റ് ചെയ്തത്. അതിൽ പോകാമെന്ന് പറഞ്ഞു. ഒരു ഹെലിക്സിൻ്റെ ഒരു ഷാലോ സബ്വൂഫറാണ് നമ്മൾ ചെയ്യുന്നത്. സബ്വൂഫർ മോൾഡിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. മോൾഡഡ് ബോക്സ് ഓൾമോസ്റ്റ് റെഡി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. നമ്മളൊരു അക്രിലിക് ഫിനിഷിൽ, അതൊരു മിറർ ഫിനിഷിലാണ് അതിൻ്റെ ഫേസ് കൊടുത്ത് സബ്വൂഫർ ബോക്സ് കസ്റ്റം ചെയ്തെടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ സബ്വൂഫർ നേരെ പ്ലേസ് ചെയ്യാൻ പോകണം. വണ്ടിക്കകത്തോട്ട് നമ്മൾ ആ ഒരു മോൾഡിങ് സെക്ഷൻ ചെയ്തെടുക്കുന്ന പാർട്ടിനകത്തോട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഹെലിക്സിൻ്റെ ഒരു സബ്വൂഫറാണ് എടുത്തേക്കുന്നത്, കേട്ടൻ എസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ തീരെ ചെറിയ വോളിയം മതി ഈ സബ്വൂഫർ ബോക്സ് ഇൻസൈഡ്. അതുകൊണ്ട് ആണ് നമ്മൾ ഹെലിക്സിൽ പോയിട്ടുള്ളത്. നമ്മുടെ സബ്വൂഫർ ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ ആംപ്ലിഫയർ സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിലവിലുള്ള സോണിയുടെ 4 ചാനൽ ആമ്പന്നെ യൂസ് ചെയ്തിട്ട് പ്ലസ് നമ്മൾ 6 ചാനൽ കൺവേർട്ടർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഈ RC കേബിൾസ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി RC കേബിൾസിലോട്ടാണ് പോയിട്ടുള്ളത്. സ്പീക്കർ കേബിൾസും നമ്മൾ മാറി. ഇവിടെ ESX ഓഡിയോയുടെ ഒരു മോണോബ്ലോക്ക് ആമ്പും നമ്മളിത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സബ്വൂഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ESX ഓഡിയോയുടെ ഒരു മോണോബ്ലോക്ക് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷായി. അപ്പോൾ ഇതിനകത്ത് ട്യൂൺ ചെയ്യാൻ പ്രത്യേകിച്ച് സൊല്യൂഷനൊന്നും ഇല്ലെങ്കിലും ബേസ് യൂണിറ്റ് ട്രബിൾ മാത്രമേ ഹെഡ് യൂണിറ്റിനകത്തുള്ളൂ.
എന്നപ്പോൾ കൂടെ നല്ല ക്ലീനായിട്ട് അതിൻ്റെ ഗെയിനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ടാണ് കസ്റ്റമറിന് കിട്ടുന്നുള്ളത്. ഇത് നമ്മളൊരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാളറെയോ ടെക്നീഷ്യനോ കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തേക്കുന്ന വീഡിയോ അല്ല. കാരണം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതുപോലെ ഒരു ഇൻസ്റ്റാളേഷൻ കണ്ടപ്പോൾ നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.